നിലമ്പൂരിലേക്ക് വരുമ്പോഴും പെട്ടി വിവാദം നിലമ്പൂരിലും വരികയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ച വാഹനത്തിലുണ്ടായിരുന്ന പെട്ടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പരിശോധിച്ചത്. ആ പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാത്രമാണുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലീസിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർക്കുന്നതൊക്കെ കാണാം. വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. ആ ചിത്രീകരിക്കുമ്പോൾ ആ റോഡിൽ ആ പെട്ടി തുറന്നു വെച്ച് ഇതിൽ എന്തൊക്കെയാണുള്ളത് നിങ്ങൾ എല്ലാവരോടും കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പെട്ടി പരിശോധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഉദ്യോഗസ്ഥരോടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയർക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലമ്പൂരിലും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പെട്ടി വിവാദം ഉടലെടുക്കാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത്. അവരുടെ പെട്ടിയാണ് പോലീസ് വിശദമായി പരിശോധിച്ചത്. പാലക്കാട്ടെ സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ ദിവസം അന്ന് ഷാഫി പറമ്പിലിന്റെ ഇന്നോവയിലാണ് കോഴിക്കോടേക്ക് മുസ്ലിം ലീഗ് നേതാക്കളെ, പാണക്കാട് നേതാക്കളെയാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കാണാൻ വേണ്ടി പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ കാറിൽ, അതായത് ഇവിടെ നിന്ന് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള പെട്ടി, ഒരു നീല പെട്ടി ഉണ്ടായിരുന്നു. അതിൽ പണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് KPM റീജൻസി, ആ റീജൻസിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഒരു നീല ട്രോളി ബാഗ് ഉണ്ടായിരുന്നു. അതിൽ പരിശോധന നടത്തുന്നു, അത് കാണിക്കണമെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ച പാലക്കാട് നടന്നിരുന്നു. ഇപ്പോൾ സമാനമായ സാഹചര്യം നിലമ്പൂരിലും വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഈ സമൂഹ മാധ്യമങ്ങൾ നോക്കുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ ഈ നിലമ്പൂരേക്ക് പ്രചാരണത്തിന്റെ ഭാഗമായി പോകുമ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒരു നീല ട്രോളിയുമായി നിലമ്പൂരിലേക്ക് പോവുകയായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ യുവ ബ്രിഗേഡ് ഒക്കെ ഒരു ട്രോളായി പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതും ഒരു യാഥാർത്ഥ്യമാവുകയാണ്. അമൽ തേനംപറമ്പിൽ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, എന്താണ് നിലമ്പൂരിലെ പെട്ടി വിവാദം? പാലക്കാട് തിരഞ്ഞെടുപ്പിന് സമാനമായി തന്നെ നിലമ്പൂരിലും വീണ്ടും പെട്ടി ചർച്ചയാവുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ആ പെട്ടിയാണ് പരിശോധിച്ചത്. രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും ഉണ്ടായിരുന്നു. ഇവരെത്തിയ വാഹനത്തിൽ 2 വാഹനത്തിലായി ഉണ്ടായിരുന്ന പെട്ടികൾ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് നേരെ രാഹുൽ അടക്കമുള്ളവർ കയർക്കുന്നതും കാണാം. പ്രത്യേകിച്ച് ഒന്നും എന്തായാലും ഈ പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. പണമടക്കമുള്ളവ കണ്ടെത്താനായിരുന്നു പരിശോധന എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ പരിശോധന പൂർത്തിയാകുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ തുടർന്നാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നടക്കം ഈ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുന്ന നിലയുണ്ടായത്. പാലക്കാടും സമാനമായി തന്നെ ഒരു നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട വിവാദം ആളിക്കത്തിയതാണ്. അന്നൊരു രാത്രി മുഴുവൻ ഇത് അന്നത്തെ പോലെ വലിയൊരു പെട്ടിയല്ല, ഒരു സൂട്ട് കേസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു വാഹനത്തിൽ. മറ്റൊരു ബാഗിൽ ഉണ്ടായിരുന്നത് സാധാരണ ബാഗായിരുന്നു, അല്ലാതെ വലിയൊരു പെട്ടി എന്നുള്ള നിലയ്ക്ക് ആയിരുന്നില്ല. പാലക്കാടായിരുന്നു ഒരു നീല പെട്ടി ഒക്കെ ഉണ്ടായിരുന്നത്. ഇതൊരു വെള്ള കളറുള്ള ഒരു പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് നിന്ന് എന്തായാലും നിലവിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയം മടങ്ങി വരാം. നമുക്ക് ആ ദൃശ്യങ്ങൾ, ആ പരിശോധനയുടെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് ഞാൻ അമലിലേക്ക് മടങ്ങി വരാം. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF മാത്രം